നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, രാഘവ് ഫൗണ്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്റ്റഡഡ് റിസ്റ്റ് വാച്ച് വാല്യൂ അപ്രോക്സിമേറ്റ്ലി 1 lakh ആണ് ഓൺ ദ റോഡ് സൈഡിൽ നിന്ന് കണ്ടെത്തി. ഹി പിക്ക്ഡ് ഇറ്റ് അപ്പ്, ഓക്കെ, ദെൻ അഡ്വർടൈസ്ഡ് ഇൻ ദ ന്യൂസ് പേപ്പർ ദാറ്റ് ദ ട്രൂ ഓണർ ദർ ഓഫ് ക്യാൻ ടേക്ക് ദ വാച്ച് ആഫ്റ്റർ ഷോയിങ് പ്രോപ്പർ എവിഡൻസ്. ഓക്കെ, പ്രോപ്പർ എവിഡൻസ് കാണിച്ചാൽ തിരിച്ചു തരുന്നതായിരിക്കും. ആഫ്റ്റർ വെയിറ്റിംഗ് ഫോർ എ സെർട്ടൈൻ പീരീഡ് ഓഫ് ടൈം വെൻ ദ ട്രൂ ഓണർ ഡിഡ് നോട്ട് ടേൺ അപ്പ്, ഹി ഗിഫ്റ്റഡ് ദാറ്റ് റിസ്റ്റ് വാച്ച് ടു ഹിസ് സൺ മഹേഷ്. അപ്പം കുറേ ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ മഹേഷ് ആരാന്നുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇത് കണ്ടു കിട്ടിയത് രാഘവിനാണ്. ഈ രാഘവ് ഗിഫ്റ്റായിട്ട് കൊടുത്തത് സ്വന്തം സണ്ണായ മഹേഷിനാണ്. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ മാധവ് ദ ട്രൂ ഓണർ ഓഫ് ദ വാച്ച് സംഹൗ നോട്ടീസ്ഡ് ഹിസ് വാച്ച് ഓൺ ഹിസ് റിസ്റ്റ് ഓഫ് മഹേഷ്. ഓക്കെ, മഹേഷിൻ്റെ കയ്യിൽ കണ്ടുവന്നു ട്രൂ ഓണർ. മഹേഷ് കയ്യിൽ ഇങ്ങനെ കെട്ടി നടക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു, ഇതെൻ്റെ കാണാതെ പോയ വാച്ചല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഹി അപ്രോച്ച്ഡ് ഹിം ടു കളക്ട് ദ സെയിം, ബട്ട് മഹേഷ് റിഫ്യൂസ്ഡ്. മഹേഷ് എന്ന് പറഞ്ഞ രാഘവിൻ്റെ മകൻ റിഫ്യൂസ് ചെയ്തു. ഇൻ ദ ഈവനിങ് രാഘവ് കോൾഡ് മാധവ് എന്ന് പറഞ്ഞാൽ ട്രൂ ഓണർ ടോൾഡ് ഹിം ദാറ്റ് ഹി ഇൻകേർഡ് ₹20,000 ഇതിനു വേണ്ടി ഇൻകർ ചെയ്തു ടു ഫൈൻഡ് ദ ട്രൂ ഓണർ ഇഫ് ഹി ഫെയിൽസ് ടു റീഇംബേഴ്സ്. ഒരു 20,000 രൂപ തിരിച്ചു കൊടുക്കാൻ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ദ ലോഫുൾ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ഫൈൻഡിങ് ഔട്ട് ദ ട്രൂ ഓണർ, ഹി വിൽ സ്യൂ ഹിം ഫോർ റിക്കവറിക്ക് വേണ്ടി ഹി സ്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതായത് രാഘവ് മാധവിനെതിരെ ഇങ്ങനെ കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം ഹി വിൽ സ്യൂ ഹിം ഫോർ ദ റിക്കവറി ദെയറോഫ് ഓർ റീറ്റെയിൻ ദ പൊസഷൻ ഓഫ് ദ വാച്ച് വിത്ത് ഹിം ടിൽ ദ റിക്കവറി. ഒരു പൈസ തിരിച്ചു കൊടുക്കുന്നത് വരെ ആ വാച്ച് കയ്യിൽ തന്നെ വെക്കും എന്ന് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് സെല്ല് ചെയ്യുന്നു വരെ പറഞ്ഞു. ഈവൻ ഹി ക്യാൻ സെൽ ദ വാച്ച് ഫോർ ദ റിക്കവറി ഓഫ് ദ എക്സ്പെൻസ്. ഇപ്പോൾ ട്രൂ ഓണർ കിട്ടിയല്ലോ, അപ്പം ഒരു എക്സ്പെൻസ് തന്നാൽ ഞാൻ ഈ വാച്ച് തിരിച്ചു തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വാച്ച് വിറ്റിട്ടായാലും ആ എക്സ്പെൻസ് ഞാൻ വാങ്ങും, ആ എക്സ്പെൻസ് ഞാൻ തിരിച്ച് എടുക്കും, അല്ലെങ്കിൽ ആ എക്സ്പെൻസ് ഞാൻ അങ്ങനെ അതിലെടുത്തോളാം നീ തന്നില്ലെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അഡ്വൈസ് വെദർ ദ ഫോളോയിങ് ആക്ഷൻസ് ഓഫ് ദ രാഘവ് എന്ന് പറഞ്ഞാൽ ഈ ഫൈൻഡർ ഓഫ് ദ ലോസ്റ്റ് ഗുഡ് ആണ്. വെർ ലോഫുൾ അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആറ്റ് 1872 പ്രകാരം ലോഫുൾ ആണെന്ന് പറയണം. സോ എ ആണ് ഗിഫ്റ്റിംഗ് ദ റിസ്റ്റ് വാച്ച് ടു ഹിസ് സൺ. അങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ പാടുണ്ടോ ഈ വാച്ച് എന്നാണ് ചോദിക്കുന്നത്. അപ്പം പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാർണിംഗ് മദർ ടു സ്യൂ ഫോർ റിക്കവറി ഓഫ് ലോഫുൾ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ഫൈൻഡിങ് ദ ട്രൂ ഓണർ. അപ്പോൾ ഈ ലോഫുൾ എക്സ്പെൻസസ് റിക്കവർ ചെയ്യാനായിട്ട് ചോദിച്ചു മാധവിനോട്, വാൺ ചെയ്തു. അത് ട്രൂ ആണോ, അത് ലോഫുൾ ആയിട്ടുള്ള കാര്യമാണോ എന്നാണ്. പിന്നെ റീറ്റെയിനിങ് ദ പൊസഷൻ ഓഫ് ദ റിസ്റ്റ് വാച്ച് ടിൽ റിക്കവറി ഓഫ് ദ ലോഫുൾ എക്സ്പെൻസസ്. അപ്പം ലോഫുൾ എക്സ്പെൻസ് തിരിച്ച് കിട്ടുന്നത് വരെ ഈ റിസ്റ്റ് വാച്ച് ഉണ്ടല്ലോ അത് കയ്യിൽ തന്നെ പൊസിഷൻ ചെയ്ത് വെക്കുന്നതും ലോഫുൾ ആയിട്ടുള്ള കാര്യമാണോ, നിയമപരമായിട്ട് കുഴപ്പമില്ലാത്ത കാര്യമാണോ എന്നാണ് ചോദിക്കുന്നത്. ഈ നെക്സ്റ്റ് ആണ് സെല്ലിങ് ഓഫ് റിസ്റ്റ് വാച്ച് ഫോർ റിക്കവറി ഓഫ് എക്സ്പെൻസസ്. അപ്പം ഇത് ആ എക്സ്പെൻസ് 20,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വാച്ച് സെല്ല് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. സോ ദിസ് ഈസ് എ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് us ഡിസ്കസ്. സോ നോക്കിക്കോളൂ, റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ് അറിഞ്ഞാൽ മതി, ഇതിനുള്ള ആൻസേഴ്സ് എല്ലാം കിട്ടും. റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം ഓഫ് ദ ഫൈൻഡർ ഓഫ് ഗുഡ്സ് നോക്കൂ, സെക്ഷൻ 71 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് ഉത്തരവാദിത്തം ഓഫ് ദ ഫൈൻഡർ ഓഫ് ഗുഡ്സ് പറയുന്നത്. എ പേഴ്സൺ ഹു ഫൈൻഡ്സ് ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ. Okay, a person who finds the goods belonging to another and takes them into his custody is subject to same responsibility as if he were a ബെയിലി. കണ്ടോ, ബെയിലിയുടെ റെസ്പോൺസിബിലിറ്റി ആണുള്ളത്. അതായത് ബെയിലി എന്ന് പറഞ്ഞാൽ ആരാണ്, പൊസഷൻ കയ്യിൽ വെക്കുന്ന, അതായത് ഇപ്പോൾ ഒരു ടൈലറുടെ കയ്യിലേക്ക് ക്ലോത്ത് കൊണ്ട് കൊടുക്കുകയാണ്, ഇതെനിക്ക് വേണ്ടി ഇന്ന രീതിയിൽ ഇന്ന മോഡലിൽ തയ്ച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു ബെയിലറാണ് ഈ ഒരു ക്ലോത്ത് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് പൊസഷനിൽ വെക്കുന്ന ആളെയാണ് ബെയിലി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ആ ടൈലറാണ് ഈ പൊസഷന് ഈ ക്ലോത്ത്സ് വെച്ചിട്ട് നല്ല രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്തിട്ട് തുന്നിയതിന് ശേഷം തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ പൊസഷൻ കയ്യിൽ വെച്ച് അത് തിരിച്ചു കൊടുക്കുന്ന ആളെയാണ് ബെയിലി എന്ന് പറയുന്നത്. സോ അപ്പം അങ്ങനെ നല്ല രീതിയിൽ ആ ക്ലോത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു രീതിയിലുള്ള പോറൽ പറ്റാതെ ക്ലോത്ത് കയ്യിൽ പൊസഷനിലുള്ള ആൾ ശ്രദ്ധിക്കണം അല്ലേ. ആളുടെ ഉത്തരവാദിത്തമാണല്ലേ ആ ക്ലോത്തിനെ നല്ല രീതിയിൽ ഓണറുടെ പോലെ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പം അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ബെയിലിൻ്റെ ഡ്യൂട്ടിയാണ് എ പേഴ്സൺ ഹു ഫൈൻഡ്സ് ദ ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ ആൻഡ് ടേക്സ് ദം ഇൻ ടു ദ കസ്റ്റഡി ആൻഡ് ഇറ്റ്
ഈസ് സബ്ജക്റ്റ് ടു സെയിം റെസ്പോൺസിബിലിറ്റി ആണുള്ളത് ആസ് ഇഫ് ഹി വെർ എ ബെയിലിൻ്റെ പോലത്തെ സെയിം റെസ്പോൺസിബിലിറ്റി ആണുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കോ. ദ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ഹാസ്, ഫസ്റ്റത്തെ കാര്യമാണ് ടു ടേക്ക് പ്രോപ്പർ കെയർ ഓഫ് ദ പ്രോപ്പർട്ടി ആസ് എ മാൻ ഓഫ് ഓർഡിനറി പ്രൂഡൻസ് വുഡ് ടേക്ക്. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ്ഡ് ആണല്ലേ. അപ്പോൾ കണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പ്രീവിയസ് ഇയറിലത്തെ. ചിലപ്പോൾ ഈ സെപ്റ്റംബറിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാവും ചോദിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിനെ പറ്റിയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ. റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഫൈൻഡർ ഓഫ് ഗുഡ്സ് നോക്കിക്കോ. സോ ടു ടേക്ക് പ്രോപ്പർ കെയർ ഓഫ് ദ പ്രോപ്പർട്ടി ആസ് മാൻ ഓഫ് ഓർഡിനറി പ്രൂഡൻസ്. സാധാരണ ഒരു ബുദ്ധിയുള്ള ആൾ എന്താണോ ചെയ്യാറ്, ഓർഡിനറിയിൽ ഒരാൾ എന്താണോ ചെയ്യാറ് അതുപോലെ ചെയ്യണം. ഓർഡിനറി പ്രൂഡൻസ് വുഡ് ടേക്ക്. പ്രൂഡൻസ് എന്ന് പറഞ്ഞാൽ വിവേകം എന്നാണ് അർത്ഥം. സോ സാധാരണ ഒരു സാധാരണഗതിയിൽ ഒരു വിവേകമുള്ള ആൾ എങ്ങനെയാണ് അതിനെ കെയർ ചെയ്യുന്നത് അതുപോലെ കെയർ ചെയ്യണം. ടേക്ക് പ്രോപ്പർ കെയർ ഓഫ് ദ പ്രോപ്പർട്ടി ആസ് മാൻ ഓഫ് ഓർഡിനറി പ്രൂഡൻസ് വുഡ് ടേക്ക്. നോ റൈറ്റ് ടു അപ്രോപ്രിയേറ്റ് ദ ഗുഡ്സ്. ആ ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കാനോ വാങ്ങാനോ പിടിക്കാനോ മറ്റൊരാൾക്ക് കൊടുക്കാനോ ഒന്നിനുള്ള അവകാശമില്ല. നോ റൈറ്റ് ടു അപ്രോപ്രിയേറ്റ് ദ ഗുഡ്സ്. ടു റീസ്റ്റോർ ദ ഗുഡ്സ് ഇഫ് ദ ഓണർ ഈസ് ഫൗണ്ട്. അതുപോലെ തന്നെ ഓണർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഓർഡിനറി പ്രൂഡൻസ്, സാധാരണ ഒരാൾ എങ്ങനെയാണോ അതിനെ ജാഗ്രതയിൽ കൊണ്ട് നടക്കുന്നത് അതുപോലെ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം, പ്രോപ്പർ കെയർ ചെയ്യണം. അതുപോലെ തന്നെ നോ റൈറ്റ് ടു അപ്രോപ്രിയേറ്റ് ദ ഗുഡ്സ് ആണ്. അതുപോലെ തന്നെ റീസ്റ്റോർ ടു ദ ഗുഡ്സ് ഇഫ് ദ ഓണർ ഈസ് ഫൗണ്ട്. ഓണർ ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് റീസ്റ്റോർ ചെയ്യണം. The right of finder of lost goods may sue for specific reward offered. അപ്പം സെക്ഷൻ 168 പ്രകാരം the finder of goods has no right to sue the owner for compensation for trouble and expenses voluntarily incurred by him in finding the owner and preserving the goods found. ആ ഒരു ഗുഡ്സിനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നതിലും അതുപോലെ തന്നെ അതിന് നമ്മളിങ്ങനെ വോളണ്ടിയർലി സ്വമേധി തന്നെ കുറച്ച് എക്സ്പെൻസ് ഇടാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ എക്സ്പെൻസ് ഇടുന്നതിലും അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് ഇട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും അതൊന്നും തിരിച്ച് വാങ്ങാനുള്ള റൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. സോ നോ റൈറ്റ് ടു സ്യൂ എന്നാണ് പറയുന്നത്. നോ റൈറ്റ് ടു സ്യൂ ദ ഓണർ. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് ബട്ട് ഹി ഹാസ് ദ റൈറ്റ് ടു റീറ്റെയിൻ ദ ഗുഡ്സ് എഗെയിൻസ്റ്റ് ദ ഓണർ അൺടിൽ ഹി റിസീവ് സച്ച് കോമ്പൻസിയേഷൻ. പക്ഷെ ആ കോമ്പൻസിയേഷൻ തിരിച്ചു കിട്ടുന്നത് വരെ ആ ഗുഡ്സ് കൈവശം വെക്കാനുള്ള റൈറ്റ് ഇദ്ദേഹത്തിനുണ്ട്. ബട്ട് ഹി ഹാസ് ദ റൈറ്റ് ടു റീറ്റെയിൻ ദ ഗുഡ്സ് against the owner until he receives such compensation. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി വായിച്ചേ. ദ റൈറ്റ് ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിൻ്റെ റൈറ്റ് അല്ലെങ്കിൽ അവകാശങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. മേ സ്യൂ ഫോർ സ്പെസിഫിക് റിവാർഡ് ഓഫേർഡ്. അപ്പം ഈ റൈറ്റ് ഓഫ് ദ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് റിവാർഡിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കേസ് കൊടുക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. മേ സ്യൂ ഫോർ സ്പെസിഫിക് റിവാർഡ് ഓഫേർഡ്. ആക്ച്വലി എന്തെങ്കിലും ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അദ്ദേഹത്തിന് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ എൻ്റെ സംഭവം ഇത് കളഞ്ഞു പോയിട്ടുണ്ട്, അപ്പം ഈ കാർ എവിടെന്നെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ 10,000 റുപ്പീസ് റിവാർഡായിട്ട് കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിക് ഓഫർ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതെന്തായാലും കൊടുക്കണം. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷെ ഇവിടെ കോണ്ടെക്സ്റ്റ് ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലേ. കോണ്ടെക്സ്റ്റ് ഇത്തിരി വ്യത്യാസമുണ്ട്. ഇവിടെ സ്വന്തമായിട്ട് ഇങ്ങനെ എക്സ്പെൻസ് ഇൻകറായി കഴിഞ്ഞാൽ ആ എക്സ്പെൻസ് തിരിച്ച് കിട്ടുന്നത് വരെ കയ്യിൽ ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്ത് വെക്കാം എന്നാണ് പറയുന്നത്. ദ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ഹാസ് നോ റൈറ്റ് ടു സ്യൂ ദ ഓണർ ഫോർ കോമ്പൻസേഷൻ ഫോർ ദ ട്രബിൾ ആൻഡ് ദ എക്സ്പെൻസസ് വോളണ്ടറിലി ഇൻകേർഡ് ബൈ ഹിം ഇൻ ഫൈൻഡിങ് ദ ഓണർ and preserving the goods found, but he has the right to retain the goods against the owner until he receives such compensation. Very important. Until he receives the compensation, where he has the right to retain the goods. The next and when finder of things commonly on sale may sell it. When finder of things
അപ്പം അത് ഈ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ഉണ്ടാവുമല്ലോ, അത് എന്ത് ചെയ്തു, കോമൺലി ഓൺ സെയിൽ മേ സെൽ ഇറ്റ്. അപ്പോൾ കണ്ടോ, വെൻ ഫൈൻഡർ ഓഫ് തിങ്സ് കോമൺലി ഓൺ സെയിൽ മേ സെൽ ഇറ്റ്. കോമൺലി ഒരു കച്ചവടം നടത്തുന്നത് പോലെ ഒന്ന് സെല്ല് ചെയ്തു ആ ലോസ്റ്റ് ഗുഡ്സ്. ഇദ്ദേഹം പൈസ കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല, പക്ഷെ ഇങ്ങനെ കളഞ്ഞു കിട്ടിയ ഗുഡ് അങ്ങനെ സെല്ല് ചെയ്തു. അപ്പോൾ എന്താണ്, സെക്ഷൻ 169 ആണ് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. വെൻ എ തിങ് വിച്ച് ഇസ് കോമൺലി ദ സബ്ജക്റ്റ് ഓഫ് സെയിൽ ഇഫ് ലോസ്റ്റ്, ഇത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് എഴുതിയതാണ്. വെൻ എ തിങ് വിച്ച് ഈസ് കോമൺലി ദ സബ്ജക്റ്റ് ഓഫ് സെയിൽ ഇഫ് ലോസ്റ്റ്, അതായത് തിങ് എന്ന് പറഞ്ഞത് ലോസ്റ്റ് ആയതാണ്. ഓക്കെ, ലോസ്റ്റ് ആയ തിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെൻ എ തിങ് വിച്ച് ഈസ് ലോസ്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിന് പകരം വെൻ എ തിങ് വിച്ച് ഈസ് കോമൺലി ദ സബ്ജക്റ്റ് ഓഫ് സെയിൽ ഇഫ് ലോസ്റ്റ് എന്ന് പറഞ്ഞു. സോ ഇഫ് ദ ഓണർ കനോട്ട് വിത്ത് റീസണബിൾ ഡിലിജൻസ് ബി ഫൗണ്ട്, റീസണബിൾ ആയിട്ട് നമ്മൾ അന്വേഷിച്ചിട്ടും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റിയില്ല എന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ കണ്ടെത്തിയെന്ന് വിചാരിക്കും, ഓർ ഇഫ് ഹി റിഫ്യൂസസ്, ഇനിയിപ്പോൾ കണ്ടെത്തിയെന്ന് വിചാരിക്കുക, അപ്പം അദ്ദേഹം ആ ഒരു പൈസ തരൂല എന്ന് പറഞ്ഞു, നമുക്ക് ചിലവായ പൈസ. ഇഫ് ഹി റിഫ്യൂസസ് അപ്പോൺ ഡിമാൻഡ് ടു പേ ദ ലോഫുൾ ചാർജസ് ഓഫ് ദ ഫൈൻഡർ, കണ്ടോ, റിഫ്യൂസ് ചെയ്തെന്ത്, ലോഫുൾ ചാർജസ് ഓഫ് ദ ഫൈൻഡർ, ഈ ഫൈൻഡർ ഡിമാൻഡ് ചെയ്തു, അപ്പോൺ ഡിമാൻഡ് ടു പേ ദ ലോഫുൾ ചാർജസ് ഓഫ് ദ ഫൈൻഡർ. അങ്ങനെയാണെങ്കിൽ ഇഫ് ഹി റിഫ്യൂസസ് ദാറ്റ്, ദ ഫൈൻഡർ മേ സെൽ ഇറ്റ്, ദ ഫൈൻഡർ മേ സെൽ ഇറ്റ്, ദ ഫൈൻഡർ ക്യാൻ സെൽ ഇറ്റ്. ഓക്കെ, എപ്പോഴാണെന്ന് അറിയൂ, ഇവിടെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. വെൻ ദ തിങ് ഈസ് ഇൻ ഡേഞ്ചർ ഓഫ് പെരിഷിങ് ഓർ ഓഫ് ലൂസിങ് ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ഇറ്റ്സ് വാല്യൂ. ഫോർ എക്സാമ്പിൾ, വഴിയിൽ നിന്ന് ഇങ്ങനെ ഒരു കെട്ട് സബോള കളഞ്ഞു കിട്ടി. അപ്പോൾ 2 ദിവസം വെയിറ്റ് ചെയ്തു, പക്ഷെ 3-ാമത്തെ ദിവസം ഇത് പെരിഷ് ചെയ്ത് പോകില്ലേ, നശിച്ചു പോണതല്ലേ, നോൺ ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡല്ലേ. അപ്പം അങ്ങനെ അതിൻ്റെ ഗ്രേറ്റർ പാർട്ട് ഓഫ് ഇറ്റ്സ് വാല്യൂ ലൂസ് ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ സെല്ല് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ വെൻ ദ ലോഫുൾ ചാർജസ് ഓഫ് ദ ഫൈൻഡർ ഇൻ റെസ്പെക്ട് ഓഫ് ദ തിങ് ഫൗണ്ട് എമൗണ്ട് ടു 2/3 ഓഫ് ഇറ്റ്സ് വാല്യൂ. ലോഫുൾ ചാർജസ് ഓഫ് ദ ഫൈൻഡർ എന്ന് പറഞ്ഞാൽ ഇത് ഫൈൻഡ് ചെയ്ത് ഇത് കയ്യിൽ ഇങ്ങനെ വെക്കുന്നതിന്, ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നതിനും അതുപോലെ തന്നെ ട്രൂ ഓണറിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവായ ചാർജസ് ഉണ്ടാവുമല്ലോ, അതാണ് ലോഫുൾ ചാർജസ് ഓഫ് ദ ഫൈൻഡർ എന്ന് പറഞ്ഞത്. ഇൻ റെസ്പെക്ട് ഓഫ് ദ തിങ്, അപ്പോൾ ആ ലോഫുൾ ചാർജസ് ഓഫ് ദ ഫൈൻഡർ റെഫ്യൂസ് ചെയ്തു അല്ലേ, തരൂല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ലോഫുൾ ചാർജസ് ഓഫ് ദ ഫൈൻഡർ ഇൻ റെസ്പെക്ട് ഓഫ് ദ തിങ്, ആ തിങ്ങിനെ റെസ്പെക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫൗണ്ട് എമൗണ്ട് ടു 2/3 ഓഫ് ഇറ്റ്സ് വാല്യൂ. അപ്പം 2/3 ഓഫ് ഇറ്റ്സ് വാല്യൂ ആണ് ആ ഒരു ലോഫുൾ ചാർജസ് എന്നുണ്ടെങ്കിൽ. അതായത് ഇപ്പോൾ 2/3 പറഞ്ഞാൽ എന്താ, 3/4 ഭാഗം അല്ലേ, 3/4 ഭാഗവും അങ്ങനെ ചിലവ് വന്നിട്ടുണ്ട് എന്ന്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് 80,000 രൂപ കിട്ടും. ആ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ ആ ഒരു ഗുഡ് ഉണ്ടല്ലോ, ഈ കിട്ടിയ ഗുഡ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഗുഡ് വിറ്റ് കഴിഞ്ഞാൽ 80,000 കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 2/3 എന്ന് പറഞ്ഞാൽ എന്താ, 60,000 രൂപ നമുക്ക് ഈ ഗുഡ് പ്രിസർവ് ചെയ്യാനൊക്കെ വേണ്ടി ചിലവായി. അങ്ങനത്തെ കേസിൽ ഭൂരിഭാഗവും റുപ്പീസും നമുക്ക് കിട്ടാനുണ്ട് അല്ലേ ശരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അത് വിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. When the lawful charges of the finder in respect of the thing found amount to 2/3 of its value, found amount to 2/3 of its value. ഇനി നമുക്ക് നോക്കാം. Hence the answers are, ഫസ്റ്റത്തത് ഗിഫ്റ്റിംഗ് ദ റിസ്റ്റ് വാച്ച് ടു ഹിസ് സൺ മഹേഷ് ഈസ് അൺലോഫുൾ എന്നാണ് പറയുന്നത്. ബിക്കോസ് ഫൈൻഡറിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി എന്താണ്, നോ റൈറ്റ് ടു അപ്രോപ്രിയേറ്റ് ദ ഗുഡ്സ്. ആ ഗുഡ് തൊട്ട് കളിക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ. സോ ഗിഫ്റ്റ് ചെയ്യാനും പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഗിഫ്റ്റിംഗ് ദ റിസ്റ്റ് വാച്ച് ടു ഹിസ് സൺ മഹീഷ് ഈസ് അൺലോഫുൾ. സോ രാഘവ് ഹാഡ് no ownership rights over the watch and could not legally transfer it to someone else. So once again, Raghav had no ownership rights over the watch and could not legally transfer it to someone else. സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം അല്ലേ. ഇതങ്ങനെ ഫൗണ്ട് ചെയ്തതല്ലേ, വഴിയിൽ നിന്നൊക്കെ കിട്ടിയ സംഭവം നമ്മൾ അങ്ങ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പാടില്ല. കുഡ് നോട്ട് ലീഗലി ട്രാൻസ്ഫർ ഇറ്റ് ടു സംവൺ എൽസ്. ലീഗലി എന്ന് വെച്ചാൽ ഇങ്ങനെ നിയമം പറയുന്നത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നാണ്. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. നിയമം പറയുന്നത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഗിഫ്റ്റായിട്ടൊന്നും കണ്ടുപിടിച്ച ആ ഒരു വേറെ അന്യൻ്റെ മുതൽ അല്ലേ. സോ അന്യൻ്റെ മുതലിൽ നിന്നും ബെനിഫിറ്റ് കിട്ടാൻ പാടില്ല എന്നുള്ളൊരു സംഭവമൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സംവൺസ് ലോസ് ഷുഡ് നോട്ട് ബി യുവർ ഗെയിൻ എന്നല്ലേ.
അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല കേട്ടോ. കുഡ് നോട്ട് ലീഗലി ട്രാൻസ്ഫർ ഇറ്റ് ടു സമ്മൺ എൽസ്. ഇനി നെക്സ്റ്റ് ആണ് വാർണിംഗ് മാധവ് ടു സ്യൂ ഫോർ റിക്കവറി ഓഫ് ലോഫുൾ എക്സ്പെൻസസ്. ഓക്കെ, അതെന്താണ് അതിൻ്റെ സ്റ്റാൻഡ് എങ്ങനെയാണ്? രാഘവ് ഹാസ് നോ റൈറ്റ് ടു സ്യൂ മാധവ് ഫോർ ദി എക്സ്പെൻസസ് വോളണ്ടിയർലി ഇൻകേർഡ് ബൈ രാഘവ് ഇൻ ഫൈൻഡിങ് ദി ഓണർ. അതെ, നമ്മൾ ഈ സെക്ഷൻ 168 കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ, അങ്ങനെ സ്യൂ ചെയ്യാനൊന്നും പാടില്ല എന്നുള്ളത്. ഇതിന് പകരമായിട്ട് ഒരു കാര്യം ചെയ്യാം, ആ ഗുഡ് തിരിച്ചു കൊടുക്കാണ്ടിരിക്കാം എന്നുള്ളത് ലീഗലി പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാതെ നമുക്ക് കോടതിയിലൊന്നും ഇങ്ങനത്തെ കേസുമായി ചെല്ലാൻ പറ്റില്ല. അല്ലെങ്കിൽ കോടതിയിൽ കുറേ ഇമ്പോർട്ടൻറ്റ് കേസ് തന്നെ പെൻഡിങ്ങിലാണ്. അങ്ങനത്തേത് ഇങ്ങനെ കളഞ്ഞുപോയ ഗുഡ്സിൻ്റെ പേരിൽ തർക്കങ്ങളൊന്നും ഡീൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് കോടതി പറയുന്നത്. പക്ഷേ ഒരു റൈറ്റ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കിങ്ങനെ റീറ്റെയിൻ ചെയ്ത് കയ്യിൽ വെക്കാം എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. വൺസ് അഗെയിൻ രാഘവ് ഹാസ് നോ റൈറ്റ് ടു സ്യൂ മാധവ് ഫോർ ദി എക്സ്പെൻസസ് വോളണ്ടിയർലി ഇൻകേർഡ് ബൈ രാഘവ് ഇൻ ഫൈൻഡിങ് ദി ഓണർ. ഇനി നെക്സ്റ്റ് ആണ് റീറ്റെയിനിങ് പൊസഷൻ ഓഫ് ദ റിസ്റ്റ് വാച്ച് അൺടിൽ റിക്കവറി ഓഫ് ലോഫുൾ എക്സ്പെൻസസ്. അപ്പം നമുക്ക് സ്യൂ ചെയ്യാൻ മാത്രം പറ്റില്ല ഫോർ ദ റിക്കവറി ഓഫ് ലോഫുൾ എക്സ്പെൻസസ്, പക്ഷെ നമുക്ക് റീറ്റെയിൻ ചെയ്ത് വെക്കാം എന്ന് ലോ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അക്കോർഡിംഗ് ടു സെക്ഷൻ 168 പറഞ്ഞിട്ടുണ്ട് അല്ലേ, റീറ്റെയിനിങ് പൊസഷൻ ഓഫ് ദ റിസ്റ്റ് വാച്ച് അൺടിൽ റിക്കവറി ഓഫ് ലോഫുൾ എക്സ്പെൻസസ്. രാഘവ്സ് ആക്ഷൻ ഓഫ് റീറ്റെയിനിങ് ദ വാച്ച് അൺടിൽ മാധവ് റീഇംബേഴ്സസ് തിരിച്ചടയ്ക്കുന്നു ഹിം ഫോർ ദ ലോഫുൾ എക്സ്പെൻസസ് ഈസ് വാലിഡ്. So Raghav's action of retaining the wrist watch until Madhav reimburses him for the lawful expenses is valid. Next ആണ് selling of wrist watch for recovery of expenses. So the watch is not perishable and the expenses claimed is 20,000 are far below 2/3 of the value of the watch, that is 1 lakh അല്ലേ. എത്രയോ ബിലോ ആണ് 20,000. ഇപ്പം 2/3 ഓഫ് 1 lakh എന്ന് പറഞ്ഞാൽ എത്രയാണ് ശരിക്കും? അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 80,000 ഒക്കെ വരും അല്ലേ. അതായത് 1 lakhനെ 3 ഭാഗമാക്കിയിട്ട് അതിലത്തെ 2 ഭാഗത്തിനെ ഒന്നിപ്പിച്ചതാണ് ആ ഒരു എമൗണ്ട്. അതാണ് 2/3 എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു 70,000 അടുത്തൊക്കെ വരും അല്ലേ. 80,000 അടുത്തല്ല, 70,000 അടുത്തൊക്കെ നമുക്ക് അങ്ങനെ എക്സ്പെൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വിൽക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ 20,000 അല്ലേ ഉള്ളൂ. ആർ ഫാർ ബിലോ 2/3 ഓഫ് ദ വാല്യൂ ഓഫ് ദ വാച്ച് അല്ലേ. സോ ദ വാച്ച് ഈസ് നോട്ട് പെരിഷബിൾ. അപ്പോൾ 2 കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ഒന്ന് പെരിഷബിൾ ആണെങ്കിൽ നമുക്കത് സെയിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ദ എക്സ്പെൻസസ് ക്ലെയിംഡ് 20,000 are far below the 2/3 of the value of the watch, that is 1 lakh. So therefore Raghav does not have the right to sell the watch, does not have the right to sell the watch under these circumstances, and the selling of the watch would be unlawful. Selling the watch would be unlawful to could be alla would be ആണ് ട്ടോ. Selling the watch would be unlawful. Selling of wrist watch for recovery of expenses, so the watch is not perishable. പിന്നെ the expenses claimed 20,000 are far below 2/3 of the value of the watch. So therefore Raghav does not have the right to sell the watch under these circumstances, and selling the watch would be unlawful. So if this finds useful, please do subscribe and like, and definitely comment below. Thank you so much for watching.